ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്നുള്ളത് ചക്കക്കുരുവിനെ കുറിച്ച്, അത് എങ്ങനെ നമുക്കത് നല്ല രീതിയിൽ സംരക്ഷിച്ച് വെക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഒരു വർഷത്തേക്ക് വരെ നല്ല രീതിയിൽ നമുക്ക് ഈ ചക്കക്കുരു കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാം. അതുപോലെ പുറത്തേക്കൊക്കെ പോകുന്ന ആൾക്കാർ, വിദേശത്തൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ചക്കക്കുരു ഫാമിലിയുള്ളവരൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവർക്കായാലും ഇതെങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളത്, അല്ലെങ്കിൽ നല്ല വൃത്തിക്ക് എങ്ങനെ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാം എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ചക്കക്കുരു ഷേക്കും, ചക്കക്കുരുവിൻ്റെ വറവ്, അതുപോലെ തന്നെ കട്ട്ലറ്റ്, അതുപോലെ നല്ല കറികൾ, ഇതൊക്കെ വെക്കാനും ഏറ്റവും ആരോഗ്യവും ഹെൽത്തി ആയിട്ടുള്ള ഒരു വസ്തു കൂടിയാണ് ഈ ചക്കക്കുരു എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത്, വെയിലത്തിട്ട് ഉണക്കിയെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇതുപോലെ ഒരു പേപ്പറിൽ നിരത്തിയിട്ടതിന് ശേഷം അപ്പോൾ ഇത് ഉണങ്ങി വരും. ഒരു 2-3 ദിവസം അതുപോലെ ഇട്ടാൽ തന്നെ അത് ഒന്ന് ഉണങ്ങി വന്ന് കുറച്ചൊന്ന് അനക്കുമ്പോൾ അത് അടന്ന് വരും. അതുപോലെ ഒരു 4-5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും നമ്മൾ അതുപോലെ പുറത്ത് വെച്ചാൽ മതി. വെയിൽ കൊള്ളേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതുപോലെ നമ്മൾ പുറത്ത് സാധാരണയുള്ള റൂം ടെമ്പറേച്ചറിൽ കാറ്റിൽ അത് തനിയെ ഉണങ്ങിയാൽ കുറേ ദിവസം അങ്ങനെ ഒരാഴ്ചത്തോളം ഇട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു ചക്കക്കുരു പോയി പോകുന്നേ ഇല്ല. അത് നമുക്ക് എന്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും, അതൊരു കട്ട്ലറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കറി ആയിക്കോട്ടെ, ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്കിത് കുറേ കാലം കേടുകൂടാതെ ഇതുപോലെ നമുക്ക് എടുത്തു വെക്കാവുന്നതാണ്. അതായത് എല്ലാം ഒരു സഞ്ചി കെട്ടി എയർ കടക്കാത്ത വിധത്തിൽ കെട്ടിയതിന് ശേഷം നമുക്കത് ഏതെങ്കിലും എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ അടച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ അത് എത്ര കാലം വേണമെങ്കിലും, എത്ര കാലം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കൊല്ലത്തേക്ക് എന്തായാലും നിൽക്കും. പിന്നെ അടുത്ത ചക്കേൻ്റെ സീസൺ ആയല്ലോ, അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. പണ്ടൊക്കെ വീടുകളിൽ വലിയ ചാക്ക് കണക്കിനല്ല എല്ലാവരും എടുത്തു വെച്ചിട്ട് കാണാം. പക്ഷേ ഇപ്പോൾ ആരും അങ്ങനെ എടുത്തു വെക്കുന്നില്ല. എന്നാലും അത്യാവശ്യം കറിക്കൊക്കെ നല്ലതാണ്. ചക്കക്കുരുവിൻ്റെ ഷേക്ക് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ സഞ്ചിക്കകത്താക്കിയിട്ട് എയർ കിടക്കാത്തൊരു സഞ്ചീൻ്റെ അകത്ത് കെട്ടി വെച്ചിട്ട് നമുക്കൊരു പാത്രത്തിലിട്ട് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് എത്ര വേണ്ടത് വെച്ചാൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ഒരു കണ്ടീഷൻ. ഇതിപ്പോൾ ഞാൻ ഇതുപോലൊരു പാട്ടേനകത്ത്, അല്ലെങ്കിൽ ഇതുപോലൊരു പാത്രത്തിൽ എയർ ടൈറ്റായിട്ട്, ഇതിൻ്റെ മൂടി ടൈറ്റുള്ളതാണല്ലോ, അപ്പോൾ എന്തായാലും എയർ കിടക്കാണ്ട് നമുക്ക് നല്ല വൃത്തിയിൽ അടച്ച് സൂക്ഷിക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പറയുന്നത് പേപ്പറിൻ്റെ അകത്ത് തന്നെ പൊതിഞ്ഞ് വെക്കുക. അത് നമ്മൾ ഉണക്കാനിട്ട പേപ്പറിലല്ല, മറ്റൊരു പേപ്പറിൻ്റെ അകത്തേക്ക് ഇതുപോലെ ചെറിയ ചെറിയ കെട്ടുകളാക്കിയിട്ട് ഒരു സഞ്ചീൻ്റെ അകത്തിട്ടിട്ട് എയർ ടൈറ്റായിട്ട് നമുക്ക് ഇട്ട് വെക്കാൻ പറ്റുന്നതാണ്. കുറേ എണ്ണം ഒരു പേപ്പറിൻ്റെ അകത്തേക്ക് ഒതുങ്ങിക്കൂടുന്നില്ല. അപ്പോൾ ഓരോ പേപ്പറിൻ്റെ അകത്തും പിന്നെ കുറച്ച് കുറച്ചാക്കിയിട്ടിട്ട്, കുറേ ചക്കക്കുരു ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ പേപ്പറിലാക്കിയിട്ട് ഇതുപോലെ പൊതിഞ്ഞിട്ട് സഞ്ചി കെട്ടി വൃത്തിയിൽ വെക്കാൻ പറ്റും. നമ്മളിതിന് ഒരുപാടൊന്നും അങ്ങനെ എടുത്തു വെക്കുന്നില്ല, കുറച്ച് മാത്രമേ വെക്കലുള്ളൂ. അപ്പോൾ ഒരു കെട്ട് അതുപോലെ, അപ്പോൾ എങ്ങനെയാണ് എത്രയാണോ നമ്മുടെ അടുത്തുള്ളത് അതുപോലെ നമുക്ക് ഇതുപോലെ ആക്കി വെക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു സഞ്ചിക്കകത്തിട്ടിട്ട് കെട്ടി വെക്കാം. പണ്ടുള്ള പല വീടുകളിലും ചാക്കിലാക്കി വെച്ചിട്ടാണ്. അപ്പോൾ ഒരുപാടുണ്ടാവും, അങ്ങനെ കുറേ എടുത്തു വെക്കുന്നതുകൊണ്ടായിരിക്കും. പക്ഷെ നമുക്കെല്ലാം അധികമൊന്നുമില്ല. ഇത്ര പ്ലാവും ചക്കയൊക്കെ ഒരുപാടുണ്ട്. ബഡ് പ്ലാവുണ്ട്, സാധാ പ്ലാവൊക്കെ ഉണ്ട്. പക്ഷെ ചക്കക്കുരു അങ്ങനെ കുറേയൊന്നും എടുത്തു വെച്ചില്ല, അത് കുറച്ച് മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ. ഇനി മറ്റൊന്നെന്ന് പറയുന്നത്, നമുക്ക് ഇതുപോലെ വെക്കാൻ പറ്റും. അതായത് ഇതിനകത്ത് ഞാൻ കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കുറച്ചെടുത്ത് അതിൻ്റെ അകത്തിട്ട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നമുക്ക് എത്ര വേണമെങ്കിലും ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ട് തൊലി കളഞ്ഞ്, പിന്നെ നല്ലൊരു ബോക്സോ അല്ലെങ്കിൽ നമ്മളെ സിപ്പുള്ള കവറുണ്ടല്ലോ, അതുപോലുള്ള ഏതെങ്കിലും കവറിൻ്റെ അകത്തോ അങ്ങനെയെല്ലാം ആക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. അതും ഒരിക്കലും പോയി പോകുന്നില്ല. നല്ല വൃത്തിയിൽ ആദ്യം കുറച്ച് ദിവസമെങ്കിലും ഫ്രീസർ ഭാഗത്ത് സേവ് ചെയ്ത് വെച്ചിട്ട് നമുക്കങ്ങനെ കുറേശ്ശെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു 4 വിസിൽ 5 വിസിലൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ഈ തൊലി കളഞ്ഞ് വെക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ചിലരെല്ലാം മുറിച്ചിട്ട് വെക്കുന്നതാണ്. എങ്ങനെയായാലും
അങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുമ്പോൾ എയർ ടൈറ്റിലൊരു പാത്രത്തിലിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ആവശ്യത്തിന് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതുപോലുള്ളൊരു ബോക്സിലാണ് ഇട്ടത്. ഇതിപ്പോൾ ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ നമുക്ക് നിറയെ ഒരുപാടുണ്ടെങ്കിൽ ഇതുപോലെ നിറച്ച് ആക്കി, അതുപോലെ പുറത്തേക്കെല്ലാം കൊണ്ടുപോകുന്നവർക്കെല്ലാം വേണമെങ്കിൽ ഇതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് പുറത്തേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും.